ഹലോ ഗൈസ്, ദിസ് ഈസ് മുഹമ്മദ് ജാബിർ ഫ്രം LM2 ക്രിയേഷൻസ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു ഗെയിമാണ് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ അഥവാ ബസ് എന്ന് പറയുന്നത് മാലിയോ ഗെയിം ഡെവലപ്പേഴ്സിൻ്റെ ഒരു ഗെയിമാണ്. അപ്പം ഈ ഒരു ഗെയിം ഒരുപാട് റിവ്യൂവേഴ്സും മലയാളത്തിലും പല ലാംഗ്വേജുകളിലും ഉപയോഗിച്ചിരുന്ന ഒരു ഗെയിമാണ്. ഇവരുടെ ഇതായിട്ടുള്ള ഒരു ട്രക്കിന് വേണ്ടി ഒരു സെപ്പറേറ്റ് ഗെയിം തന്നെ ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഗെയിമാണ് ട്രക്ക് സിമുലേറ്റർ ഇന്തോനേഷ്യ. അതിൻ്റെ റിവ്യൂ ആയിട്ടാണ് നമ്മൾ ഇന്ന് വരാൻ പോകുന്നത്. ഇത് കുറച്ച് നാളായി എൻ്റെ കയ്യിലുണ്ട്, എന്നാലും ഇപ്പോഴാണ് ഇതൊരു റിവ്യൂ ബേസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ ഒരു ടൈം കിട്ടിയിരിക്കുന്നത്. എക്സാമും കാര്യങ്ങളുമാണ്. പിന്നെ നമുക്ക് പണ്ടറിയാം, നമ്മൾ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയിൽ ഒരുപാട് മോഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ്, പല ട്രക്ക്, ലോറി, SC ലോറി, അങ്ങനെയൊക്കെ ട്രക്ക് ചെയ്ത് നമ്മൾ ഇതിൽ കളിച്ചിട്ടുണ്ട്. അന്ന് നമ്മൾ പല ടീമുകളും ചിന്തിച്ചിട്ടുണ്ട്, ഇത് ഇത്തിരി എന്തെങ്കിലും ലോഡ് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ ഇതായ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ. ആ ഒരു ടൈമിൽ നമ്മൾ എന്താണ് ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പല മോഡ് നമ്മൾ കണ്ട, ഞാൻ പറഞ്ഞില്ലേ, നല്ല സ്മൂത്താണ് വെഹിക്കിള്. ഇതിൽ നമുക്ക് ഒരു ഫ്ലാഷ് മറ്റേ ഗെയിമിലെ പോലെ തന്നെ നമ്മുടെ വെഹിക്കിളിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മോഡിഫൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. പിന്നെ നമുക്ക് എന്താണ് വെഹിക്കിളിൻ്റെ കളർ മാറ്റാൻ പറ്റും. അപ്പോൾ സ്റ്റോറി ലൈൻ കളിക്കുന്നവർക്കും വേണമെന്ന് വെച്ചാൽ സ്റ്റോറി ലൈൻ ഇട്ട് പല രീതിയിൽ സ്റ്റോറി ലൈൻ ഇട്ട് കളിക്കാൻ പറ്റും ഇതിൽ. ഇനി ബസ്സും ലോറിയും ട്രക്കും എല്ലാം കൂടെ വേണമെന്നവർക്ക് രണ്ട് ഗെയിമിലും കൂടെ ആയിട്ട് കളിയാക്കും. ഓക്കെ, ദെൻ ഇനി എനിക്ക് തോന്നുന്നു ഒരു ഗെയിമിൻ്റെ കൂടി റിവ്യൂ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ആ ഒരു ഗെയിമുമായിട്ട് ഉടനെ വരുന്നതാണ്. ഇനി വേറെ ഒന്നുമില്ല. ജസ്റ്റ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താരക്കാരൻ്റെ ബെല്ലൈക്കണിലും എവിടെയെങ്കിലുമൊക്കെ ക്ലിക്ക് ചെയ്തിട്ട് അങ്ങ് സബ്സ്ക്രൈബ് ചെയ്യും. പിന്നെ ഇൻട്രസ്റ്റ് ഉള്ളവരുടെ കാര്യമാണ് പറയുന്നത്. സൂപ്പർ താങ്ക്സും ഉണ്ട്, മെമ്പർഷിപ്പും ഉണ്ട്, എല്ലാമേ ഉണ്ട്. വേണമെന്നുള്ളവരെടുത്തോ. അല്ലാതെ ഇപ്പം ഞാൻ എന്തിനു പറയാനാ, നിങ്ങളെ ഞാൻ നിർബന്ധിക്കത്തില്ല. ഓക്കെ, ദെൻ ലൈക്ക് അടിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ, അതെനിക്ക് ഇൻട്രസ്റ്റ് ആണ്. ഞാൻ നിർബന്ധിക്കും നിങ്ങളെ. ഗായ്സ്, ലൈക്ക് അടിച്ചേക്കേ. വെറുതെ അവിടെ ലൈക്ക് ബട്ടൺ കിടക്കുന്ന എന്തിനാണ്, അടിച്ച് പൊട്ടിക്കേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ വീഡിയോ എന്താ വരാത്ത എന്ന് ചോദിക്കുന്നവരോടെ, വീഡിയോയ്ക്ക് കണ്ടൻ്റ് ഇല്ല ഗൈസ്. കണ്ടൻറ്റ് കിട്ടിയാൽ എടുക്കാനൊരു ചാൻസ്, എടുക്കാൻ ഒരു മൈൻഡില്ല ഗൈസ്. ദെൻ അങ്ങനെ കുറച്ചധികം വിഷയങ്ങളും പ്രശ്നങ്ങളും ഒക്കെയാണ്. എന്ത് ചെയ്യാം, ഞാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ എഡിറ്റ് ചെയ്തു, ബട്ട് അതിൻ്റെ ഔട്ട്പുട്ട് നോക്കിയപ്പോൾ വലിയ സാറ്റിസ്ഫിക്കേഷൻ ഇല്ല. സോ ഞാൻ വിചാരിച്ചു അതൊന്ന് എഡിറ്റ് ചെയ്തിട്ടിടാന്ന്. അത് എഡിറ്റ് ചെയ്തപ്പോഴോ ഇടാനുള്ള മൈൻഡ് പോയി. ഇതൊക്കെയാണ് പ്രോബ്ലം. ദെൻ I know you missing my tech and vlogging style of inspiration. ചുമ്മാ ബ്ലാ 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 അടിക്കുന്നതാണ്, ആരും കാര്യമാക്കണ്ട. വെറുതെ എങ്ങി വിട്ടേക്ക്. മാറ്റടാ ഗിയറ്. ഇടിച്ചയ്യോ ഇടിച്ച്. ഞാൻ അപ്പോഴേ പറഞ്ഞതാ, ഈ ഗെയിം കണ്ടിന്യൂ ചെയ്യല്ലേ, ടൈം കൂടും, ടൈം കൂടും. അപ്പം നിങ്ങൾ പറഞ്ഞു ടൈം കുഴപ്പമില്ല, നിങ്ങൾ ഇരുന്ന് കാണാമെന്ന്. എന്നിട്ട് എന്തിനാ സ്കിപ്പ് അടിച്ച് പോകുന്നത്? ഇരുന്ന് കാണുക ഗൈസ്. പറ്റുമോയെന്ന് നോക്കട്ടെ കേട്ടോ. ഞാൻ ഇതൊരു 3x അല്ലെങ്കിൽ 2x സ്പീഡിലാക്കാൻ നോക്കാം. പറ്റുമോയെന്നല്ല, ഞാൻ ചെയ്തിരിക്കും. ഇത് ഇത്രയും സാധനത്തില്ലേ, എവിടെയെങ്കിലൊക്കെ ഇരുന്ന് എഡിറ്റ് ചെയ്യണം, അതാണ് പ്രശ്നം. എഡിറ്റൊന്നും വേണ്ടാന്നുണ്ടെങ്കിലേ രണ്ട് രീതിയിൽ ഒരു 3 വീഡിയോ ആയിട്ടായിരിക്കും കിടക്കുന്നത്. ജസ്റ്റ് എടുക്കണം, അങ്ങോട്ടും മെർജ് ചെയ്യണം, അങ്ങോട്ട് അപ്ലോഡ് ചെയ്യണം, പണി തീർന്നു. പിന്നെ അങ്ങോട്ട് തംബ്നെയിൽ വേണമെങ്കിൽ അങ്ങോട്ട് സെറ്റ് ചെയ്യണം. മടിയാണ് ഗൈസ്, സത്യം പറഞ്ഞാൽ മടിയാണ്. മടി മടക്കും
ഐ തിങ്ക് നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്ക് എത്താറായി. ഏത് നിമിഷവും എത്തും ഗൈസ്. ദിസ് ഈസ് മുഹമ്മദ് ജാബിർ ഫ്രം LM2 ക്രിയേഷൻ സൈനിങ് ഔട്ട്. കാരണം ടൈം ഒരുപാടാവുന്നുണ്ട്. ഇതിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ആ ലാസ്റ്റത്തെ ഡയലോഗ്സ് സ്ക്രിപ്റ്റ് ഇത് മാത്രം ഞാൻ കട്ട് ചെയ്തെടുക്കും. ടൈം ഒരുപാടായി, നിങ്ങൾ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇറ്റ്സ് മീ മുഹമ്മദ് ജാബിർ സൈനിങ് ഔട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.